നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഒന്ന് പോയി കാണണ്ടേ? വേണ്ട മാധവേട്ട, ഇഷ്ടപ്പെടില്ല. ഈ നീലിമ തന്നെ മരുമകളായി വരാൻ നീ അനുഗ്രഹിക്കണേ. പാവം നീലിമ മോളും മനസ്സുരുകി പ്രാർത്ഥിച്ചു നിൽക്കുന്നത് നീ കാണുന്നില്ലേ ദേവി? ദേവി, എന്റെ സങ്കല്പത്തിലെ ഭർത്താവേയല്ല ജഗൻ. വിദ്യാഭ്യാസമില്ലാത്ത വെറും ഒരു രാഷ്ട്രീയക്കാരൻ. എനിക്ക് പണ്ടേ ഈ വർഗത്തോട് വെറുപ്പാ. എങ്ങനെയെങ്കിലും ഈ കല്യാണം ഒന്ന് മുടക്കി തരണം ദേവി. ഭക്തപ്രിയെ, കരുണാമയി, സർവദുരിത സംഹാരിണി ഭഗവതി, നീലിമ എന്ന ദുരന്തത്തെ ഒഴിവാക്കി തരണേ. ആ പരിഷ്കാരിയെ ഏതെങ്കിലും ഫ്രീക്കം വന്ന് കെട്ടിക്കോട്ടെ. ആ മാരണത്തെ എന്റെ ജീവിതത്തിൽ നിന്ന് കെട്ടിക്കണേ. എന്റെ മനസ്സ് നിറയെ വന്ദനയാണെന്ന് ദേവിക്കറിയാലോ. അവളെ കെട്ടണമെന്നും പറഞ്ഞ് അടുത്ത മാരണം വന്നിരിക്കുക. ആ ഗൗതം, ദേവി അവനൊന്ന് ഒഴിവാക്കി തരണേ. വന്ദനയെ നീ എനിക്ക് തന്നെ തരണേ. ഈ കാര്യത്തിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. ദേവി മാത്രമേ ഉള്ളൂ എനിക്ക്. അമ്മയ്ക്ക് ഇഷ്ടമുള്ള പൂമുടൽ വഴിപാട് ഞാൻ എത്ര വേണമെങ്കിലും നടത്തിയേക്കാം. ഒരു രാഷ്ട്രീയ ഭാവി നീ എന്നിലുണ്ടാക്കി തരണേ. കേരളത്തിന്റെ മുഖ്യമന്ത്രി. അതിൽ കുറഞ്ഞൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്റെ ഈ ആഗ്രഹം സാധിച്ചു തരണേ ദേവി. എന്നാ അങ്ങോട്ട് പോവാം. അമ്മേ രക്ഷിക്കണേ. ഇനിയും അച്ഛനും അമ്മയ്ക്കും ഒരു ഭാരമായി ജീവിക്കാൻ എനിക്ക് ശക്തിയില്ല. അവരുടെ മനസ്സിലെ ഭാരം ഒഴിയണം. അതിന് അവര് പറയുന്ന ആരുടെ മുന്നിലും കഴുത്ത് നീട്ടിക്കൊടുക്കാൻ ഞാൻ തയ്യാറാണമ്മേ. എന്റെ ദീമോളെയും കൊണ്ടേ ഞാൻ പോവും. അവളെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എങ്ങോട്ടുമില്ല. നല്ലൊരു മകളെയാ ദേവി എനിക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. എന്റെ മോന്റെ താലികെട്ട് ഒരു തടസ്സവും കൂടാതെ നടത്തി തരണേ ദേവി. പ്രാർത്ഥിച്ചോ. ആരും ഒന്നിനും ഒരു കുറവും വരുത്തണ്ട. എന്ത് എങ്ങനെ വേണമെന്ന് തീരുമാനിക്കുന്നത് അവസാനം വിക്രം തന്നെയായിരിക്കും. ശ്യാമേ, അച്ഛാ, ഞാനിപ്പോ വരാം. ശ്യാമേ, സുഖമാണോ? സുഖം. നീ എന്താ പതിവില്ലാതെ അമ്പലത്തിലൊക്കെ? ഞാൻ മാത്രമല്ല, അച്ഛനും വന്നിട്ടുണ്ട്. എന്റെ വിവാഹം ഉടനെ നടത്തണമെന്നുള്ള പിടിവാശിയില്ല അച്ഛൻ. തടസ്സങ്ങളൊന്നും കൂടാതെ വിവാഹം നടക്കാൻ വേണ്ടി ക്ഷേത്രത്തിലൊരു പൂജ നടത്താൻ വന്നതാ. വർഷ തൊഴാൻ വന്നായിരിക്കുമല്ലേ? മറ്റൊരു വിശേഷം കൂടിയുണ്ട്. വന്ദന ചേച്ചിയുടെ വിവാഹം ഉറപ്പിച്ചു. തടസ്സങ്ങളൊന്നും കൂടാതെ കല്യാണം നടക്കാൻ വേണ്ടി അച്ഛനും അമ്മയും കൂടി ക്ഷേത്രത്തിൽ ഒരു പൂജ നടത്തുന്നുണ്ട്. അതിൽ പങ്കെടുക്കാൻ കൂടിയാ വന്നേ. അതുകൊണ്ട് ശ്യാമിനെ കാണാനും വിശേഷങ്ങൾ അറിയാനും കഴിഞ്ഞല്ലോ. ആ അല്ല, കല്യാണം വിളിക്കുമോ നീ? ശ്യാമേ,
സുഖാണോ? സുഖം. ചേച്ചി നല്ല ആളാ. വിവാഹം ഉറപ്പിച്ച കാര്യം വർഷ പറഞ്ഞപ്പോഴാ ഞാൻ അറിഞ്ഞ്. ചേച്ചി എന്നെ കല്യാണം അറിയിച്ചില്ല. അതിന്റെ ദേഷ്യമുണ്ട് എനിക്ക്. ടെൻഷനും തിരക്കും മൂലം ആരെയും എനിക്ക് അറിയിക്കാൻ പറ്റിയില്ല. ദാ ഇപ്പൊ ഞാൻ നേരിട്ട് അറിയിക്കുന്നു. എന്റെ കല്യാണം ഉറപ്പിച്ചു. പയ്യൻ ജേർണലിസ്റ്റ് ആണ്, ഗൗതം. നന്നായി ചേച്ചി. ചേച്ചിയുടെ വിവാഹം ഉറപ്പിച്ചതിൽ പരം സന്തോഷം എനിക്ക് വേറെ എന്താ ഉള്ളത്? എന്റെ സ്വന്തം ചേച്ചിയുടെ വിവാഹം ഉറപ്പിച്ചതുപോലുള്ള ഒരു സംതൃപ്തിയാ. അപ്പോ നമ്മൾ ഈ കല്യാണം അടിച്ചു പൊളിക്കും. എങ്കി വാ, നമുക്ക് തൊഴുതിട്ട് വരാം. എങ്കി വാ. മാധവേട്ട, ഏട്ടൻ അമ്മേ മഹാമായേ കാത്തോളേ. ഒന്ന് പോയി കാണണ്ടേ? വേണ്ട മാധവേട്ട, ഇഷ്ടപ്പെടില്ല. അതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. നമ്മുടെ മോളുടെ കല്യാണമല്ലേ, കണ്ട സ്ഥിതിക്ക് ചെന്ന് വിശേഷം അറിയിക്കേണ്ടത് നമ്മുടെ മര്യാദയാ. ആ ഞങ്ങളുടെ മകൾ വന്ദനയുടെ വിവാഹമായിരിക്കുകയാണ്. അതിന്റെ പേരിൽ ക്ഷേത്രത്തിൽ ഒരു സ്വയംവര പൂജ നടത്തുകയാണ്. സ്വയംവര പൂജയോ? വിത്തുഗുണം കൊണ്ട് നിങ്ങളുടെ പെൺമക്കൾ രണ്ടുപേരും എല്ലാ പുരുഷന്മാരെയും വളച്ചെടുക്കാൻ പ്രത്യേക കഴിവും പ്രാഗൽഭ്യവും ഉള്ളവരാണല്ലോ. അവരുടെ സ്വയംവരത്തിന് ഇനി പ്രത്യേക പൂജയുടെ ആവശ്യമുണ്ടോ നായരെ? സ്വയംവര പൂജ. ഞാൻ പറയാറില്ലേ, എന്നെ മോനെ പോലെ സ്നേഹിക്കുന്ന ഒരു അമ്മയുണ്ടെന്ന്. അത് ഈ അമ്മയാ, ചന്ദ്രികാമ്മ. ഇത് ചന്ദ്രികാമ്മയുടെ ഭർത്താവ് മാധവൻ നായർ. നിങ്ങൾക്കിത് ആരാണെന്ന് മനസ്സിലായോ? ഞങ്ങൾക്ക് ഇദ്ദേഹത്തെ അറിയുമെന്നോ? അറിയാം. പക്ഷേ ഞാനുമായിട്ടുള്ള ബന്ധം അറിയൂ. ഇത് എൻ്റെ അച്ഛനാ, അശോക് വർമ്മ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.